ഞാൻ ആ വോട്ടിൻ്റെ സ്വഭാവത്തെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഒരിക്കൽ പോലും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന മുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഫോളോ ചെയ്യുന്നതാണ്, പത്രങ്ങളോട് മുതൽ പിന്നെ ടെലിവിഷനിലൂടെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. അത് എന്താണെന്ന് പറയുക, ഒരുതരം മാജിക്കൽ റിയലൈസാണ് പയ്യന്നൂരൊക്കെ ഒരു UDF സ്ഥാനാർത്ഥി ജയിക്കാമെന്ന്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. പയ്യന്നൂരൊക്കെ തളിപ്പറമ്പ് പയ്യന്നൂരൊക്കെ UDF സ്ഥാനാർത്ഥി ജയിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ മുരളിയൊക്കെ നോക്കി ഈ റിസൾട്ട് ടാലി കണ്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൃക്കരിപ്പൂര്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് അത് സഖാക്കൾ മതിയാക്ക് എന്ന് പറയുകയാണ് പാർട്ടിയോട്. അതെ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി അണികൾ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് CPM എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല, ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് വൈമനസ്സാണ്, കൈപ്പത്തിയിൽ കുത്താൻ പറ്റില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഈ ഇലക്ഷൻ കാലത്ത് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ഇലക്ഷൻ കാലത്ത് വന്ന് പിരിവാങ്ങി കൊണ്ടുപോകുന്ന ആളാണ്. എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല, സ്ലിപ്പ് തരാൻ പോലും വന്നിട്ടില്ല. അത് എല്ലായിടത്തും ബാധകമാണ്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ബാധകമാണ്. അപ്പോൾ ഇത് പാർട്ടി അണികൾ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ ആ തിരുത്തൽ പ്രക്രിയ പരാജയപ്പെടുന്നുണ്ടെന്ന് അറിയാം. പിണറായി വിജയൻ ജയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഒന്ന് നോക്കുക, പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചു. ഇനിയിപ്പോൾ യോഗം കൂടുമ്പോൾ പിണറായി ഞാൻ ജയിച്ച ആളായിട്ടാണ് വന്നിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് അതിനുശേഷം വന്ന എല്ലാ പ്രതികരണങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററുടെ എം സ്വരാജിന്റെയും ഗോവിന്ദ മാസ്റ്ററുടെയും പ്രസ്താവന ഒരേപോലെയാണ്. അത് കുറച്ചുകൂടി മോശം പ്രതികരണമായിട്ടിരിക്കുന്നത് സ്വരാജിന്റെ. അനർഹമായ പരാജയമാണ്. അതായത് അരാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ്. അതായത് ജനങ്ങൾ അരാഷ്ട്രീയമായി വോട്ട് ചെയ്ത് ജനങ്ങൾ അപഹസിക്കുന്നതിനെ എനിക്ക് തോന്നുന്നത് നല്ലൊരു പദാവലി അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. 2 തവണ ഇവർ ഭരിച്ചല്ലോ, ഇനി ഒരു തവണ അവർ ഭരിക്കട്ടെ എന്ന തികച്ചും അരാഷ്ട്രീയമായ ഉദാസീനവും അരാഷ്ട്രീയമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിക്കും. ഓക്കെ, സ്വരാജ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ 2 ടേമുകളായിട്ട് LDF വളരെ നല്ല കാര്യങ്ങൾ കുറേയധികം ചെയ്തു. അതിന് വോട്ട് ചെയ്യേണ്ടതിന് പകരം ഈ 2 തവണ നിങ്ങൾ നല്ല കാര്യം ചെയ്തില്ല, ഇനി അടുത്ത നല്ല കാര്യം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്ന റിമോട്ട് വെച്ച് ചാനൽ മാറ്റുന്ന ആൾക്കാർ മാറ്റിക്കളയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ഗവേണൻസിനെതിരായിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ക്ഷേമ പദ്ധതി നടപ്പാക്കുന്നതോ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതോ, ആശുപത്രികളിൽ മരുന്നെത്തിക്കുന്നതോ, റേഷൻ സംവിധാനം ഒരുക്കുന്നതോ, ഇതുപോലെ ഒരു സർക്കാർ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഗവേണൻസിൽ എന്തെങ്കിലും പിഴവെന്നുകൊണ്ട് ജനങ്ങൾ തിരിച്ചോട്ട് കുത്തിയതല്ല. അത് ജനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അന്തസ്സിനെ ചോദ്യം ചെയ്യാനുള്ള പണി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുതൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ഈ സർക്കാരിൽ നിന്നുണ്ടായി. അതിൽ ഒരു തരത്തിലുള്ള ഖേദവും പ്രകടിപ്പിക്കാതെ തുടരുകയും ചെയ്തു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സൈബർ തൊഴിലാളികളെ ഇറക്കിവിട്ടു. പാർട്ടി നേതാക്കൾ സൈബർ തൊഴിലാളികളെക്കാൾ മോശം ഭാഷയിൽ ഇത്തരം അന്തസ്സുകേടുകളെ ന്യായീകരിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ആ വിധി എഴുതിയത്. അതിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്താനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്താൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയ സംഭവം അത് ചിലപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പാർട്ടി തിരിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. കാരണം ഇതൊരു സ്പീഡിൽ ഓടുന്ന വണ്ടിയാണ്. മെല്ലെ ബ്രേക്ക് മാത്രമല്ല, തിരുത്തുക എന്ന് പറഞ്ഞ പ്രോസസ് നടക്കണമെങ്കിൽ നല്ല സമയം വേണം. വർക്ക് ചെയ്യുന്ന ഒരു മെഷീനറി സ്വഭാവം നഷ്ടപ്പെട്ടു. ഒരു അപകടം മുന്നിൽ കണ്ട് ബ്രേക്ക് ചെയ്താൽ, ഒരു വാഹനമാണെങ്കിൽ മെല്ലെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ആ സിസ്റ്റം പൊളിഞ്ഞു പോകും. കാരണം ഈ അണികൾക്ക് ഇത് മനസ്സിലാവില്ല എന്തിനാണ് തിരുത്തുന്നുള്ളത്. ഈ U-turn മനസ്സിലാവില്ല. അപ്പൊ U-turn മനസ്സിലാവാനുള്ള ഒരു സമയം ഇല്ലായിരുന്നു. അപ്പോൾ അതേ അപകടം അസംബ്ലിയിൽ സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴും തിരുത്തൽ ഉണ്ടാവില്ല. പകരം പറയാൻ പോകുന്നത് ചില സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എഴുതരാം.